2020 മെയ് 31 പന്തക്കുസ്ത ദിനം ക്വീൻ മേരി മിനിസ്ട്രിയുടെ ജീവൻ്റെ കാവൽക്കാർ എന്ന യൂട്യൂബ് ചാനൽ ഏറെ സ്നേഹത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. യേശുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹാശംസകൾ. ക്രിസ്മസിൽ ജനിക്കുക എന്ന് പറയുന്നത് ഇതൊരു ഭാഗ്യമല്ലേ? പലരും ആഗ്രഹിക്കാറുണ്ട്. ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസിന് ഉണ്ണിയേശു മൊത്തം ജനിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വിചാരിക്കുന്നവരെല്ലാവരും ഒന്നും അന്ന് ജനിക്കുന്നില്ല. ഒരു പക്ഷേ ഗർഭസ്ഥിതരായ അനേകം കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നേ ഉള്ളൂ. ക്രിസ്മസ് ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഒരു പക്ഷേ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴിതാ അവരുടെ ജീവൻ അവസാനിക്കുന്നു. ക്രിസ്മസിന് അവരുടെ തലയായിരിക്കും ഒരു പക്ഷേ ഞെരിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടിരിക്കുന്നത്. അവരുടെ ശരീരം പല ഭാഗങ്ങളായി വിച്ഛേദിച്ച് പ്ലാസ്റ്റിക് കൂടുകൾ നിക്ഷേപിക്കുന്നത്. എത്രയോ ദയനീയമാണ് ഈ കാഴ്ച. ഗർഭസ്ഥിതരായ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക. തമിഴ്നാട്ടിലൊരു സ്ത്രീ അബോർട്ട് ചെയ്യാൻ നോക്കിയിട്ട് കൊല്ലാൻ നോക്കിയിട്ട് സാധിച്ചില്ല. പിന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിൽ കൊണ്ട് പൂഴ്ത്തി. ഈ കഥകളൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്? ഞാൻ വായിച്ച ഒരു കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം 1000 ഗർഭഛിദ്രങ്ങൾ നടത്തുമെന്നുള്ള കണക്ക്. ഒരു വർഷം 365,000 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള ഭീതിജനകമായ വാർത്ത വായിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പെൺകുഞ്ഞുങ്ങൾക്ക് രക്ഷയില്ലാതെ വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളും എന്നതുപോലെ 1977 1000 ആൺകുട്ടികൾക്ക് 1058 പെൺകുഞ്ഞുങ്ങളാണ് ജനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ 1000 ആൺകുട്ടികൾക്ക് 950 പെൺകുഞ്ഞുങ്ങളേ ഉള്ളൂ. ഒരു 108 കണക്കുണ്ട്. എവിടെ പോയി ഈ പെൺകുഞ്ഞുങ്ങൾ? നമുക്കെല്ലാവർക്കും അറിയാം കഥ എന്താണെന്നുള്ളത്. പെൺകുഞ്ഞുങ്ങൾക്ക് രക്ഷയില്ല. അവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിംഗനിർണയമൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തക്ക സമയത്ത് ഇതൊക്കെ നടത്തി അനഭിലഷണീയമായ പെൺകുഞ്ഞാണ് വരാൻ പോകുന്നതെങ്കിൽ അതിനെ കൊന്നുകളയുക എന്നുള്ള ആ ക്രൂരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ലേ ഈ അനുപാതം കുറഞ്ഞു പോയത്? ഇതേക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞു പോയിരിക്കുന്നത്. നമ്മുടെ ലോകത്തിൽ മരണം വരുന്നത് പല വിധത്തിലാണ് ജീവഹാനി ഉണ്ടാകുന്നത്. ക്യാൻസർ വഴിയായിട്ട് എത്രയോ പേർ മരിക്കുന്നു. ദാരിദ്ര്യം കാരണം മരിക്കുന്നവരുണ്ട്. സാംക്രമിക രോഗങ്ങൾ മൂലം, ആക്സിഡൻസ്, അങ്ങനെ പല കാരണങ്ങൾ. ചിലപ്പോൾ വിമാനാപകടം, യുദ്ധകാലത്തൊക്കെ ചിലപ്പം വംശവിച്ഛേദം. അർമീനിയയിലൊക്കെ ക്രൈസ്തവനായതുകൊണ്ട് കൊന്നുകളഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ അവിടെയൊക്കെ ഒരു കാലത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ക്രൈസ്തവരേ ഇല്ല. നാസി ജർമ്മനിയിൽ യഹൂദരെ കൊന്നുകളഞ്ഞു. വംശവിച്ഛേദമാണ് നടത്തിയത്. മറ്റൊരു കാരണവുമില്ല. യഹൂദനാണോ അവൻ കൊല്ലപ്പെടണം. അങ്ങനെ എത്രയോ ലക്ഷങ്ങളാണ് മരിച്ചു പോകേണ്ടി വന്നത്. അങ്ങനെ ഇന്നത്തെ കാലത്തും ഇതുപോലെ പല കാരണങ്ങളാൽ മനുഷ്യർ മരിക്കുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്കിതാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടി പല വിധത്തിലുള്ള മരണങ്ങൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ആ തുകയും ഗർഭഛിദ്രം മൂലം കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നമ്പർ കൂടെ കണക്കാക്കിയാൽ പൊതുവെ ഉണ്ടാകുന്ന മരണത്തിൻ്റെ ഇരട്ടിയിലധികമാണ് കുഞ്ഞുങ്ങളുടെ കൊലപാതകം. അപ്പോൾ
ഓരോ വർഷവും ഇതുമാത്രം കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അടുത്ത ദിവസങ്ങൾ നടന്നത് ദിവ്യപത്രത്തിൽ ജനുവരി 10-ാം തീയതിയാണെന്ന് തോന്നുന്നു. അബോർഷൻ സംബന്ധിച്ചൊരു വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുക, ഇവിടെ ഒരു ഫ്രണ്ട് പേജ്, ആ ഫസ്റ്റ് പേജിൽ തന്നെയാണ് ചുവന്ന കളറിൽ ഉള്ള രക്തക്കളറെല്ലാം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ്, ലോകത്തിൽ ഒരു വർഷം ഗർഭച്ഛിദ്രം മൂലം എത്ര പേരാണ് കൊല്ലപ്പെടുന്നത് അറിയാമോ? എനിക്ക് പറയാൻ പോലും പേടിയത്, വിശ്വസിക്കാൻ പ്രയാസം. പക്ഷേ ഇത് ഒരു ഔദ്യോഗിക ഏജൻസി വേൾഡ് മീറ്റർ അവരുടെ റെക്കോർഡിംഗാണത്. അവർ പറഞ്ഞിരിക്കുകയാണ്, ഗവേഷണമനുസരിച്ച് 4.25 കോടി കുഞ്ഞുങ്ങളാണ് ഒരു വർഷം ലോകത്തിൽ കൊല്ലപ്പെടുന്നത്. 4.25 എന്ന് പറഞ്ഞാൽ 4,25,00,000 കുഞ്ഞുങ്ങൾ ഓരോ വർഷവും ലോകത്തിൽ കൊല്ലപ്പെടുന്നുള്ളത്. അത് ചുമ്മാ പറയുന്നതല്ല, ശരിക്ക് ഔദ്യോഗികമായിട്ട് വേൾഡ് മീറ്റർ എന്ന് പറയുന്ന ഏജൻസി ഔദ്യോഗികമായിട്ട് ഗവേഷണത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് വളരെ വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. നമ്മൾ പഴയ കാലത്തൊക്കെ ഹെറോദേസിനെ കുറിച്ച് നാം സംസാരിക്കാറുണ്ട്. ഹെറോദസ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായിട്ടാണ് പരിഗണിക്കപ്പെടുക. കാരണം ആ മനുഷ്യൻ പറഞ്ഞു, ഉണ്ണിയേശുവിനെ കൊല്ലുവാനുള്ള താല്പര്യത്തിൽ ഈ ബെത്ലഹേം പ്രദേശത്ത് 2 വയസ്സോ അതിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. ഓർത്ത് നോക്കുക, അമ്മമാർ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ പട്ടാളക്കാർ വന്നിട്ട് ബലമായിട്ട് അതിനെ പിടിച്ചു മാറ്റിയിട്ട് ആ അമ്മയുടെ മുമ്പിൽ ആ കുഞ്ഞിനെ കഴുത്തറക്കുന്ന രംഗം, ചോര ചിന്തുന്ന രംഗം, മത്തായി ശ്ലീഹ ഈ രംഗം ഓർത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്. റാമായിൽ നിന്നൊരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ പ്രതി കരയുന്നു. അവളെ സ്വാതന്ത്ര്യപ്പെടുത്തുക അസാധ്യം. അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ജനതയുടെ വലിയ ദുഃഖം മത്തായി ശ്ലീഹ ഈ വാചകത്തിലെ ഈ വാക്യങ്ങളുടെ പ്രകടമാക്കിയാണ്. ഭയങ്കര വലിയൊരു ദുരന്തമായിരുന്നു അത്. പക്ഷേ ഇന്നത്തെ കാലമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഹെറോദസിനെ കുറിച്ച് നമുക്ക് ഇത്രയും ക്രൂരമായൊരു വിധി നടത്തണമോ? ഞാൻ ചുമ്മാ ഒരു കഥ ഓർക്കുകയാണ്. ഒരു സമാധാനമുള്ള നല്ലൊരു ഇടവകയിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവർക്ക് വലിയ ഭയങ്കര എസ്റ്റേറ്റും കാര്യങ്ങളുമെല്ലാം ഉണ്ട്, ഒത്തിരിയേറെ പണിക്കാർ. പിന്നെ ദുഷ്ടന്മാരായിരുന്നു കൊണ്ട് ഗുണ്ടാകളെ അവർ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയിരുന്നു. പൈസ കൊടുത്ത് അവരെ നിയോഗിച്ചിരുന്നു, തൊഴിലാളികളെ അടിക്കാനും അവർ പറയുന്ന പോലെ കേൾപ്പിക്കാനും എല്ലാം വേണ്ടി ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ വരുന്ന വികാരിമാരൊക്കെ വികാരിച്ചൻ ഈ ഭീകരന്മാരെ ഭയന്ന് ഇവരെക്കുറിച്ചൊന്നും പറയാൻ ധൈര്യപ്പെടുകയില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ വികാരിച്ച വക വരുത്തുവാനുള്ള ആ ശക്തിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ശല്യം കൂടാതെ ആരെയും പിണക്കാതെ ഇടവക ഭരിച്ചു പോകുക എന്നുള്ളതാണ് അവരൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഒരു വികാരിച്ചൻ വന്നു, മിടുക്കനായിരുന്ന ചെറുപ്പക്കാരൻ അച്ഛൻ. അദ്ദേഹം അവിടെ വന്ന് സാവകാശം യുവാക്കളെയൊക്കെ തൻ്റെ സുഹൃത്ത് വലയത്തിലാക്കി. ഒരു നല്ല യുവനിര അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഒരു പ്രബലനായി തീർന്നു. ഇനി അച്ഛനെ തൊടാൻ ആരും ധൈര്യപ്പെടുകയില്ല, കാരണം അതിനുമാത്രം യുവാക്കൾ അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഈ 2 സഹോദരന്മാരിൽ ഒരാൾ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശവസംസ്കാരം നടത്തണം. ജീവിച്ചിരിക്കുന്ന സഹോദരൻ വികാരിച്ചോട് പോയി പറഞ്ഞു, കൊച്ചനോട് പോയി പറഞ്ഞു, അച്ഛാ നാളെ മരിച്ചെടുക്ക്. അദ്ദേഹം തൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ചെക്ക് എടുത്തിട്ട് ഈ അച്ഛന് കൊടുത്തു. അച്ഛൻ ഒരു ചെക്ക് തരാൻ പോവുകയാണ്. അച്ഛനിപ്പോൾ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണല്ലോ, പണമില്ലാതെ വിഷമിക്കുന്നു. പക്ഷേ ഈ പള്ളി പണിയാനുള്ള സകല ചെലവും ഈ തുകയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു തുക ചെക്ക് അച്ഛന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ, അച്ഛൻ നാളെ ചരമപ്രസംഗം നടത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കണം, എൻ്റെ മരിച്ചുപോയ സഹോദരനുണ്ടല്ലോ, അയാളൊരു
വിശുദ്ധനായിരുന്നു എന്ന് പറയണം. നമ്മുടെ അച്ഛൻ പൈസ വാങ്ങി ഉടനെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് പള്ളിപ്പണിക്കായിട്ട് നിയോഗിച്ചു. പൈസ തിരിച്ച് നഷ്ടപ്പെടരുതല്ലോ. ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, അക്കാര്യം ഞാൻ ഏറ്റു, നിൻ്റെ സഹോദരൻ ഒരു വിശുദ്ധനായിരുന്നു എന്ന് ഞാൻ പറയാം. ചരമപ്രസംഗം വന്നു. അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങി. ആളുകളൊക്കെ കൂടിയിട്ടു. കാരണം ഈ ചെക്കിൻ്റെ കഥയൊക്കെ ആളുകൾ കേട്ടു. ഈ മരിച്ച ദുഷ്ടനായ മനുഷ്യൻ വിശുദ്ധനാണെന്ന് പറയാൻ പോവുകയാണെന്ന് കേട്ടു. ആകപ്പാടെ ബഹളമാണ്. അച്ഛൻ പ്രസംഗം തുടങ്ങി. പ്രിയപ്പെട്ട ജനമേ, ഇതാ കിടക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് അറിവുള്ള ആളാണല്ലോ. പരമദുഷ്ടനായിരുന്ന ഈ മനുഷ്യൻ ആർക്കും ഒന്നും കൊടുക്കുകയില്ല. മറ്റുള്ളവർ ഉപദ്രവിച്ചിരുന്നു, തൊഴിലാളികളെ തല്ലിയിരുന്നു, ചുമ്മാ പിരിച്ചുവിട്ടിരുന്നു, ഇഷ്ടം പോലെ എന്തും ക്രൂരത പ്രവർത്തിച്ച അങ്ങനത്തെ ഒരു ക്രൂരനായ മനുഷ്യനാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ്, എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാളുടെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട്. ഇതാ നിൽക്കുന്ന മനുഷ്യൻ. അയാളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇവിടെ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ഒരു വിശുദ്ധനായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു, ഇയാൾ വിശുദ്ധനായ വാക്ക് പാലിച്ചു, വിശുദ്ധനായിരുന്നു പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ വാക്ക് പാലിക്കും. അതേ സമയത്ത് ഭയങ്കര ദുഷ്ടനാണെന്നുള്ളത് അവൾ പറയുകയും ചെയ്തു. ഇത് ചുമ്മാ തമാശ പിടിച്ച കഥയായിരിക്കാം. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഹേറോദേസ് ഒരു ദുഷ്ടനായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തെ ദുഷ്ടന്മാരോട് തുലനം ചെയ്യുമ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ നമ്മൾ പറയുന്നത് പോലെ ദുഷ്ടത അവിടെ കാണില്ല. കാരണം ഇന്നത്തെ ലോകത്തിൽ ദുഷ്ടതയ്ക്ക് അതിരില്ല. അതുപോലെ ദുഷ്ടരാണ് മനുഷ്യർ. കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്തൊരു ദുർഭഗമായ ലജ്ജാകരമായ പ്രവൃത്തിയാണ്. സ്വയം പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, ആരോടും ഒരു ദ്രോഹം ചെയ്യാത്തവർ, അവരെ ഇങ്ങനെ നിഷ്കരണം വധിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും? ഇത് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ. എന്ത് ദ്രോഹമാണ് അവർ ചെയ്തത്? ഒരുപക്ഷെ അവരെ കൊണ്ട് ഇല്ലെന്നുള്ള വിചാരമോ, അവരൊരു ബാധ്യതയാണെന്നുള്ള വിചാരമോ, അത് തങ്ങളുടെ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് ഒരു തടസ്സമാണെന്നുള്ള വിചാരമോ, ഇങ്ങനെ ഓരോ വിചാരം. അത് ഡോക്ടേഴ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അബോർഷൻ നടത്തുന്ന ഡോക്ടേഴ്സ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് തിന്മയും പ്രവർത്തിക്കുന്നവരാണ്. ഇങ്ങനെ നടക്കുന്ന ഈ ഗർഭഛിദ്രങ്ങൾ അതൊക്കെ കഴിയുന്നിടത്തോളം ഗോപ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുവാൻ ഇന്നത്തെ ലോകം താല്പര്യപ്പെടുന്നു. ദീപിക 4.5 കോടി ഗർഭഛിദ്രങ്ങളുടെ കഥ പറയുമ്പോൾ മറ്റ് പല പത്രങ്ങളും അതേക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. അത് അശ്ലീകരമാണെന്ന് അവർ വിചാരിക്കുക. പക്ഷേ ദൈവം തന്ന ജീവൻ ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് കിട്ടുന്നത്. അതെടുക്കാൻ ആർക്ക് അവകാശം? ദൈവം ഇത്രയും ശ്രദ്ധയോടുകൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. പട്ടിയെയും പൂച്ചയും ഒക്കെ സൃഷ്ടിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ കഥ ബൈബിൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു, നാടകീയമായി ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് ആദത്തെ മെനഞ്ഞെടുക്കുന്നു. അവിടെ രൂപം മുമ്പിലുണ്ട്, പക്ഷേ അതിന് ജീവനില്ല. ജീവൻ കൊടുക്കണം. ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ജീവനായി. പക്ഷെ അങ്ങനെയല്ല ദൈവം മനുഷ്യന് ജീവൻ കൊടുക്കുന്നത്. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ സ്വന്തം ജീവശ്വാസം കൊടുക്കുന്നു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് ജീവനുള്ളവനായിത്തീരുന്നു. എത്ര സുന്ദരമാണ് ഈ സൃഷ്ടി, ഈ പരിപാടി. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ജീവൻ, ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇതൊന്നും ഒരിക്കലും എടുക്കപ്പെടാൻ സാധിക്കാത്ത മഹാദാനങ്ങളാണിതൊക്കെ. ഈ വില ആർക്ക് നിരസിക്കാൻ സാധിക്കും? ഞാനൊരു 2000 രൂപയുടെ നോട്ട് എടുത്തിട്ട് നിലത്തിട്ട് അതിനെ ചവിട്ടുന്നു, അരയ്ക്കുന്നു. എന്ത് ചെയ്താലും ആ പൈസയുടെ വില കുറയുമോ? പിന്നെയും ചോദിച്ചാൽ പറയും, ഇത് 2000 രൂപയുടെ നോട്ടല്ലേ എന്നേ പറയുള്ളൂ. അപ്പോൾ മനുഷ്യൻ ഇതുപോലെയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവൻ കൊണ്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ വില നിർണ്ണയിക്കാൻ ആർക്ക് സാധിക്കും? അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇതുപോലെ ഇത്ര ശ്രദ്ധയോടു കൂടിയാണ്.
ഭ്രൂണത്തിന് ഇരിക്കുവാൻ പറ്റിയൊരു വസതി വേണം. അമ്മയുടെ ഗർഭപാത്രം സുരക്ഷിതമാണത്, സൗകര്യപ്രദമാണ്, ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഭ്രൂണം അവിടെ ജീവിതം ആരംഭിക്കുന്നു, അവിടെ വളരുന്നു. അതിന് വേണ്ടതെല്ലാം അമ്മ കൊടുത്തോളും. അമ്മയുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് ആ കുഞ്ഞിന് ഭക്ഷണവുമായും എല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞവിടെ സ്വച്ഛമായിട്ട് വളർന്നു വരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന അബോർഷൻ ഒക്കെ നടക്കുന്നത്. ഈ അബോർഷനൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അബോർഷൻ എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പലർക്കും ഇഷ്ടമില്ല, അശ്ലീകരമാണതൊക്കെ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഈ കൊലപാതകത്തിനൊക്കെ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഗംഭീരമായ വാക്കുകൾ, സുന്ദരമായ വാക്കുകൾ. ഇത് നന്മ ചെയ്യുന്നത് പോലെ മെഡിക്കൽ ടെർമിനേഷൻ അത് നിർത്തിക്കൊടുക്കുക, വേണ്ടാത്ത ഒരു ഒഴുക്ക് നിർത്തിക്കൊടുക്കുന്നത് പോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുക, നിർത്തിക്കൊടുക്കുക. വയസ്സന്മാരെ കൊല്ലുന്നതിന് എന്താ പറയുക? യൂത്തനേഷ്യ. യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ള ഒരു അന്ത്യം കൊടുക്കുകയാണത്. അവൾ ചുമ വൃദ്ധരെ കൊല്ലുക എന്നൊരിക്കലും പറയാൻ പാടില്ല. അവരെ മെഴ്സി കില്ലിങ് എന്ന് ഇംഗ്ലീഷ് പറയുമെങ്കിലും യൂത്തനേഷ്യ അതാണ് ഏറ്റവും ഇമ്പമേറിയ വാക്ക്, കൊലപാതകത്തിൻ്റെ ഇമ്പമേറിയ വാക്ക്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സഭ എന്താണ് ചെയ്യുക? സഭ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുന്നു. യാമപ്രാർത്ഥനയിൽ, ഞങ്ങൾ സുറിയാനിയിലെ യാമപ്രാർത്ഥനയിൽ ദൈവത്തെ ഒരു നായയോട് ഉപമിക്കുന്നുണ്ട്. മുറ്റത്ത് കിടക്കുന്ന, ശ്രദ്ധിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാവൽക്കാരനായിട്ടുള്ള നായ. എനിക്കിതിനകത്ത് കേട്ടപ്പോൾ ദൈവത്തെ നായ എന്ന് വിളിക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് മനസ്സിൽ തോന്നി. എങ്കിലും സങ്കീർത്തനത്തിലൊക്കെ ചിറകിൻ കീഴ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന, അതിനെ സംരക്ഷിക്കുന്ന തള്ളക്കോഴിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ കോഴിയായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പട്ടിയായിട്ടും കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. ഈ പട്ടിയുടെ പണി എന്താ? വിശ്വസ്തനായ കാവൽക്കാരനാണത്. അപകടം വരുമ്പോൾ കുരച്ചുകൊണ്ടിരിക്കും, യജമാനെ എഴുന്നേൽപ്പിക്കോളം കുരയ്ക്കും, അപകടത്തിൽ നിന്ന് ഒഴിയുന്നത് വരെ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു കാവൽക്കാരനാണ് ദൈവം. സഭ ഇതുപോലെ ഒരു കാവൽക്കാരിയെ പോലെയാണ്.